നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യത്തെക്കുറിച്ചാണ്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒരു പോളിംഗ് ഓഫീസർ എന്ന നിലയിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒരു സംശയവും വേണ്ട, നമുക്കെല്ലാ കാര്യങ്ങളും ഒന്നൊന്നായി നോക്കാം. ഈ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അത് നിങ്ങളാണ് പോളിംഗ് ഓഫീസർ. അതെ, ആ ഉത്തരവാദിത്തം പൂർണ്ണമായും നിങ്ങളുടേതാണ്. ഒരു ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയായ വോട്ടെടുപ്പ് കുറ്റമറ്റ രീതിയിൽ നടക്കുന്നു എന്നുറപ്പുവരുത്തുന്നത് നിങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പോകുന്നതെന്നല്ലേ? ആദ്യം തന്നെ ഒരു പോളിംഗ് സ്റ്റേഷനിലെ ടീമിൽ ആരൊക്കെയുണ്ടെന്ന് നോക്കാം. പിന്നെ ഓരോരുത്തരുടെയും റോളിലേക്ക് കടക്കാം. അതായത് ഫസ്റ്റ് ഓഫീസർ, സെക്കൻഡ് ഓഫീസർ, തേർഡ് ഓഫീസർ, ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്? പിന്നെ ഈ ടീമിന്റെ ക്യാപ്റ്റനായ പ്രിസൈഡിംഗ് ഓഫീസറുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി കാണും. അവസാനം ചിലപ്പോൾ ഉണ്ടായേക്കാവുന്ന ചില പ്രത്യേക സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും നമ്മൾ ചർച്ച ചെയ്യും. അതെ, ഒരു പോളിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു ടീം വർക്കാണ്. ഒരു വലിയ മെഷീന്റെ പല ഭാഗങ്ങൾ പോലെ. ഓരോരുത്തർക്കും അവരവരുടേതായ ജോലിയുണ്ട്. പക്ഷേ എല്ലാവരും ഒരുമിച്ച് ഒരേ താളത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് വോട്ടിംഗ് പ്രക്രിയ ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ടു പോകുന്നത്. അപ്പോൾ ആരാണ് ഈ ടീമിലെ പ്രധാനികൾ? നോക്കൂ, ഏറ്റവും മുകളിൽ പ്രിസൈഡിംഗ് ഓഫീസർ, അതായത് PO. അദ്ദേഹമാണ് ടീം ലീഡർ. പിന്നെ അദ്ദേഹത്തിന് താഴെയായി 1, 2, 3 പോളിംഗ് ഓഫീസർമാർ. ഈ 4 പേരും ചേർന്നാണ് ആ ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. ഒരാളുടെ ജോലി കഴിയുന്നിടത്ത് നിന്ന് അടുത്തയാൾ ഏറ്റെടുക്കുന്നു. അങ്ങനെ അതൊരു ശൃംഖല പോലെ മുന്നോട്ടു പോകുന്നു. ഒരു വോട്ടർ പോളിംഗ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ അവർ ആദ്യമായി കാണുന്നത് 1ാം പോളിംഗ് ഓഫീസറെയാണ്. അതുകൊണ്ടുതന്നെ ആളെ ശരിക്ക് തിരിച്ചറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ ഒരു പിഴവ് പറ്റിയാൽ അത് മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ബാധിക്കും. 1ാം ഓഫീസറുടെ ജോലി വളരെ സിമ്പിളാണ്, പക്ഷേ അത്രത്തോളം തന്നെ പ്രധാനപ്പെട്ടതുമാണ്. പ്രധാനമായും 3 കാര്യങ്ങൾ. 1. വോട്ടറുടെ കയ്യിലുള്ള തിരിച്ചറിയൽ കാർഡ് വാങ്ങി അത് ഒറിജിനലാണോ എന്നും ആൾ അത് തന്നെയാണോ എന്നും ഉറപ്പുവരുത്തുക. 2. വോട്ടറുടെ പേരും വോട്ടർ പട്ടികയിലെ സീരിയൽ നമ്പറും തൊട്ടടുത്തിരിക്കുന്ന പോളിംഗ് ഏജന്റുമാർക്ക് കേൾക്കത്തക്ക രീതിയിൽ ഉറക്കെ വായിക്കുക. 3. വോട്ടർ പട്ടികയിൽ ആ വോട്ടറുടെ പേരിന് നേരെ കൃത്യമായി അടയാളപ്പെടുത്തുക. ഇനി വോട്ടർ പട്ടികയിൽ വെറുതെ ഒരു ടിക്കിടുകയല്ല ചെയ്യുന്നത്. അതിനൊരു പ്രത്യേക രീതിയുണ്ട്. കണ്ടില്ലേ? ഒരു പുരുഷനാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിന് നേരെ ഒരു ഡയഗണൽ ലൈൻ, അതായത് ഒരു ചരിച്ച വരയിടുന്നു. സ്ത്രീയാണെങ്കിൽ അവരുടെ സീരിയൽ നമ്പറിന് ചുറ്റും ഒരു വട്ടം വരയ്ക്കുന്നു. ട്രാൻസ്ജെൻഡർ വോട്ടറാണെങ്കിൽ പേരിന് നേരെ T എന്ന് ഇംഗ്ലീഷിൽ അടയാളപ്പെടുത്തണം. ഇത് വളരെ പ്രധാനമാണ്. കാരണം വോട്ടെടുപ്പ് കഴിയുമ്പോൾ എത്ര പുരുഷന്മാർ എത്ര സ്ത്രീകൾ എന്നതിന്റെ കൃത്യമായ കണക്ക് നമുക്ക് ഇതിൽ നിന്നാണ് കിട്ടുന്നത്. ശരി, അപ്പോൾ 1ാം ഓഫീസർ വോട്ടറെ തിരിച്ചറിഞ്ഞ് പട്ടികയിൽ അടയാളപ്പെടുത്തി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? വോട്ടർ നേരെ പോകുന്നത് 2ാം പോളിംഗ് ഓഫീസറുടെ അടുത്തേക്കാണ്. ഇദ്ദേഹമാണ് യഥാർത്ഥത്തിൽ വോട്ട് ചെയ്തവരുടെ ഔദ്യോഗിക കണക്കുകൾ സൂക്ഷിക്കുന്നത്. ഫോം 17A. ഇത് മറക്കരുത്. ഇതിനെ വോട്ടർമാരുടെ രജിസ്റ്റർ എന്നാണ് പറയുന്നത്. ആ പോളിംഗ് സ്റ്റേഷനിൽ ആരെല്ലാം വോട്ട് ചെയ്തു എന്നതിന്റെ ഏറ്റവും ആധികാരികമായ, ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണിത്. ഒരു വോട്ടർ വോട്ട് രേഖപ്പെടുത്തുന്നതിന് മുൻപായി അവരുടെ വിവരങ്ങൾ ഈ രജിസ്റ്ററിൽ നമ്മൾ രേഖപ്പെടുത്തും. അപ്പോൾ 2ാം ഓഫീസറുടെ മുന്നിലെത്തുന്ന വോട്ടറെ വെച്ച് അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യുന്നത്? ആദ്യം 1ാം ഓഫീസർ ഉറക്കെ പറഞ്ഞ വോട്ടറുടെ സീരിയൽ നമ്പർ ഈ ഫോം 17A എഴുതും. രണ്ടാമതായി അതിന് നേരെയുള്ള കോളത്തിൽ വോട്ടറുടെ ഒപ്പോ അല്ലെങ്കിൽ വിരലടയാളമോ വാങ്ങും. മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം വോട്ടറുടെ ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടുക എന്നതാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഒരു വോട്ടർ സ്ലിപ്പ് തയ്യാറാക്കി വോട്ടർക്ക് കൊടുക്കും. ഇനി മഷി പുരട്ടുന്ന കാര്യം. ഇതിലൊരു വിട്ടുവീഴ്ചയുമില്ല. ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ തന്നെ പുരട്ടണം. എവിടെയാണ് പുരട്ടേണ്ടത്? വിരലിന്റെ മുകളറ്റത്ത്, നഖത്തിന്റെ ഭാഗത്ത് മാത്രമല്ല, മറിച്ച് വിരലിലെ തൊലിയും നഖവും ചേരുന്ന ഭാഗം മുതൽ നഖത്തിന്റെ അറ്റം വരെ നീളത്തിൽ ഒരു വര പോലെ പുരട്ടണം. ഇത് വളരെ വ്യക്തമായിരിക്കണം. ഒരാൾ വോട്ട് ചെയ്തു എന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണിത്. അങ്ങനെ 2ാം ഓഫീസറുടെ അടുത്തു നിന്നും വോട്ടർ സ്ലിപ്പും വാങ്ങി വിരലിൽ മഷിയുമായി വോട്ടർ നേരെ പോകുന്നതെങ്ങോട്ടാണ്? അവസാനത്തെ ചെക്ക് പോയിന്റിലേക്ക്, അതായത് 3ാം പോളിംഗ് ഓഫീസറുടെ അടുത്തേക്ക്. വോട്ടിംഗ് മെഷീന്റെ കൺട്രോൾ യൂണിറ്റ് ഇദ്ദേഹത്തിന്റെ കയ്യിലായിരിക്കും. 3ാം ഓഫീസറുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അദ്ദേഹം വോട്ടിംഗ് മെഷീന്റെ കൺട്രോൾ യൂണിറ്റിന്റെ സൂക്ഷിപ്പുകാരനാണ്. വോട്ടറുടെ കയ്യിൽ നിന്ന് ആ ചെറിയ വോട്ടർ സ്ലിപ്പ് വാങ്ങി സുരക്ഷിതമായി വെക്കും. വോട്ടറുടെ വിരലിൽ മഷി പുരട്ടിയിട്ടുണ്ടോ എന്നൊന്നും കൂടി ഉറപ്പുവരുത്തും. എല്ലാം ശരിയാണെങ്കിൽ കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് എന്ന ബട്ടൺ അമർത്തും. ആ ബട്ടൺ അമർത്തുമ്പോൾ ബീപ്പ് ശബ്ദം കേൾക്കും. അതോടെ വോട്ടിംഗ് മെഷീൻ ആ വോട്ടർക്കായി ആക്റ്റീവ് ആകും. ഇതുവരെ നമ്മൾ ടീമിലെ ഓരോ കളിക്കാരെയും കണ്ടു. ഇനി നമുക്ക് ഈ ടീമിന്റെ ക്യാപ്റ്റനെ പരിചയപ്പെടാം. പോളിംഗ് സ്റ്റേഷന്റെ എല്ലാ കാര്യങ്ങളുടെയും
പൂർണ്ണ നിയന്ത്രണവും ഉത്തരവാദിത്വവുമുള്ള പ്രിസൈഡിംഗ് ഓഫീസർ. പ്രിസൈഡിംഗ് ഓഫീസറുടെ ചുമതലകൾ പറഞ്ഞാൽ തീരില്ല. ഒരു പോളിംഗ് സ്റ്റേഷന്റെ A to Z കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ്. രാവിലെ പോളിംഗ് സ്റ്റേഷൻ ഒരുക്കുന്നത് മുതൽ വോട്ടിംഗ് മെഷീനുകൾ സെറ്റ് ചെയ്യുന്നത്, പോളിംഗ് തുടങ്ങുന്നതിന് മുൻപ് സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ മുന്നിൽ വെച്ച് മോക്ക് പോൾ നടത്തി മെഷീൻ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതുവരെ അദ്ദേഹത്തിന്റെ ജോലിയാണ്. എന്തെങ്കിലും അപ്രതീക്ഷിത സാഹചര്യമുണ്ടായാൽ അന്തിമ തീരുമാനം അദ്ദേഹത്തിൻ്റെതായിരിക്കും. അവസാനം വോട്ടെടുപ്പ് കഴിഞ്ഞ് എല്ലാ മെഷീനുകളും രേഖകളും സുരക്ഷിതമായി തിരിച്ചേൽപ്പിക്കുന്നത് വരെയുള്ള ഉത്തരവാദിത്തം പ്രിസൈഡിംഗ് ഓഫീസർക്കാണ്. ഇതുവരെ നമ്മൾ സാധാരണയായി നടക്കുന്ന കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. പക്ഷേ ചിലപ്പോൾ അപ്രതീക്ഷിതമായ ചില സാഹചര്യങ്ങളുണ്ടാവാം, അല്ലേ? അങ്ങനെയുള്ള സമയങ്ങളിൽ നിയമപരമായി എന്തു ചെയ്യണമെന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അതിലൊന്നാണ് ടെൻഡേഡ് വോട്ട്. എന്താണിത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ നിങ്ങളുടെ വോട്ട് ആരോ നേരത്തെ തന്നെ ചെയ്തുപോയി എന്നറിയുന്നു. ആകെ പ്രശ്നമായല്ലോ. ഈ ഒരു സാഹചര്യത്തെയാണ് ടെൻഡേഡ് വോട്ട് എന്ന് പറയുന്നത്. അപ്പോഴെന്തു ചെയ്യും? അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ വോട്ടറെ തിരിച്ചയക്കാൻ പാടില്ല. ആദ്യം അദ്ദേഹത്തിന്റെ തിരിച്ചറിയൽ രേഖകൾ വീണ്ടും വിശദമായി പരിശോധിച്ചുറപ്പുവരുത്തണം. ഉറപ്പുവരുത്തിയാൽ അദ്ദേഹത്തിന് വോട്ടിംഗ് മെഷീനിൽ വോട്ട് ചെയ്യാൻ കൊടുക്കരുത്. പകരം ഒരു ടെൻഡേഡ് ബാലറ്റ് പേപ്പർ നൽകും. ഏറ്റവും പ്രധാനമായി, ഈ വോട്ടറുടെ വിവരങ്ങൾ പ്രധാന രജിസ്ട്രായ ഫോം 17A-യിൽ ചേർക്കില്ല. അതിനു പകരം ഫോം 17B എന്ന മറ്റൊരു ഫോമിലാണ് രേഖപ്പെടുത്തുക. ഇനി മറ്റൊന്ന് ചലഞ്ചഡ് വോട്ട്. ഇതെന്താണെന്ന് വെച്ചാൽ, വോട്ട് ചെയ്യാൻ വന്ന ഒരാൾ ആൾമാറാട്ടം നടത്തുകയാണെന്ന് ഏതെങ്കിലും ഒരു പോളിംഗ് ഏജന്റിന് സംശയം തോന്നിയാൽ അദ്ദേഹത്തിന് ആ വോട്ടിനെ ചലഞ്ച് ചെയ്യാം. അതായത് ഇത് യഥാർത്ഥ വോട്ടർ അല്ല എന്ന് ഔദ്യോഗികമായി പരാതിപ്പെടാം. പക്ഷേ വെറുതെ വന്നു പറഞ്ഞാൽ പോരാ. ഒരു വോട്ട് ചലഞ്ച് ചെയ്യണമെങ്കിൽ ആ പോളിംഗ് ഏജന്റ് ₹2 ഫീസായി പ്രിസൈഡിംഗ് ഓഫീസറുടെ കയ്യിൽ കെട്ടിവെക്കണം. അതിനുശേഷം പ്രിസൈഡിംഗ് ഓഫീസർ ഒരു ചെറിയ അന്വേഷണം നടത്തും. ഇനി പലർക്കും സംശയമുണ്ടാവുന്ന രണ്ട് കാര്യങ്ങളാണ് പ്രോക്സി വോട്ടും സഹായത്തോടെ ചെയ്യുന്ന വോട്ടും. പ്രോക്സി വോട്ടർ എന്ന് പറഞ്ഞാൽ സർവീസ് വോട്ടർമാർക്കു വേണ്ടി അവർ ചുമതലപ്പെടുത്തിയ മറ്റൊരാൾ വോട്ട് ചെയ്യുന്നതാണ്. ഇവിടെ മഷി പുരട്ടേണ്ടത് ആ വന്ന പ്രോക്സിയുടെ ഇടത് കൈയിലെ നടുവിരലിലാണ്. എന്നാൽ കാഴ്ചയില്ലാത്തതോ മറ്റ് ശാരീരിക അവശതകളോ ഉള്ള ഒരാളെ വോട്ട് ചെയ്യാൻ സഹായിക്കാൻ കൂടെ വരുന്ന ആളാണ് സഹായി. ഇവിടെ മഷി പുരട്ടേണ്ടത് ആ സഹായിയുടെ വലത് കൈയിലെ ചൂണ്ടുവിരലിലാണ്. കണ്ടില്ലേ വ്യത്യാസം? ഇത് മാറിപ്പോകരുത്. ഇതുകൂടാതെ മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധയിലുണ്ടാവണം. ASD ലിസ്റ്റിലുള്ള വോട്ടർമാർ വന്നാൽ അവരുടെ ഒപ്പും വിരലടിയാളവും നിർബന്ധമായും വാങ്ങണം. ആരെങ്കിലും വോട്ട് ചെയ്യാൻ വന്നിട്ട് വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോയാൽ അവരുടെ പേരിന് നേരെ രജിസ്റ്ററിൽ റിഫ്യൂസ് ടു വോട്ട് എന്ന് എഴുതി വയ്ക്കണം. ഒരാളെ സഹായിക്കാൻ വരുന്നയാൾക്ക് 18 വയസ്സ് തികഞ്ഞിരിക്കണം. അയാൾക്ക് ആ ദിവസം ഒരാളെ മാത്രമേ സഹായിക്കാൻ സാധിക്കൂ. പിന്നെ വോട്ടർ പട്ടികയിൽ ഡിലീറ്റഡ് എന്ന് രേഖപ്പെടുത്തിയവരെ ഒരു കാരണവശാലും വോട്ട് ചെയ്യാൻ അനുവദിക്കരുത്. അപ്പോ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, അല്ലേ? ഓരോ ഉദ്യോഗസ്ഥന്റെയും കൃത്യതയും എല്ലാവരും ഒരുമിച്ച് ഒരു ടീമായി പ്രവർത്തിക്കുന്നതുമാണ് ഒരു തിരഞ്ഞെടുപ്പ് വിജയകരമാക്കുന്നത്. ഓരോ ചെറിയ കാര്യത്തിലും കാണിക്കുന്ന ശ്രദ്ധയാണ് പ്രധാനം. ഓർക്കുക, ഓരോ വോട്ടും ഒരു ശബ്ദമാണ്. ജനാധിപത്യത്തിൽ ഓരോ പൗരനുമുള്ള ശബ്ദം. ആ ശബ്ദം കൃത്യമായി രേഖപ്പെടുത്തുന്നു എന്നുറപ്പാക്കാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ മഹത്തായ കർത്തവ്യത്തിനായി നമുക്കൊരുങ്ങാം.